ഹായ് ഗൈസ്, അയച്ചോടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്ന കിരൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന സാധനം. കിരൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലൈറ്റാണ്. 50 വാട്ട്സാണ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഒന്നാം തരം ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഒറ്റ പീസ് LED വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. പിന്നെ നമുക്കിതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഈ ലൈറ്റ് നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ലൈറ്റിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അളക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന് 3 വയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പച്ച കളർ വയറുള്ള എർത്തും അതേമാതിരി ന്യൂട്രും ഫേസുമായിട്ട് 2 വയർ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയ പ്ലഗ് എടുത്തിട്ട് അതിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മുടെ ഹോപ്പി മീറ്റർ കയ്യിലില്ല, അതുകൊണ്ടാണ്. ഹോപ്പി മീറ്റർ വേറൊരാൾ കൊണ്ടുപോയേക്കുവാണ്. അപ്പോൾ അത് കിട്ടുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ തൽക്കാലം കമ്പ്യൂട്ടറിൻ്റെ കേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇതിനെന്താ ഇഷ്യൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിന്നണു എന്നുള്ളതാണ് പറഞ്ഞത്. എപ്പോഴാണ് മിന്നുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ചൂടായിട്ടാണോ അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. കണ്ടോ, പൾസിങ് ആണ്. LED അടുത്തൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഡാമേജ് ആയിട്ടൊന്നും കാണുന്നില്ല. കണ്ടോ, കറുത്ത സ്പോട്ടുകളോ ഒന്നും കാണുന്നില്ല. അപ്പം മിക്കവാറും ഇതിൻ്റെ ഡ്രൈവർ എന്തെങ്കിലും ഫെയിൽ ആയതാവാനേ ചാൻസ് ഉള്ളൂ. നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ഇത് അഴിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം ട്രസ്റ്റഡ് സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ മേടിച്ചോളാം. ഇതിൻ്റെ സ്ക്രൂസ് വരുന്നത് 4 സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് അഴിച്ച് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. ഫുള്ള് അലൂമിനിയം ഹീറ്റ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 50 വാട്ട് ബൾബിന് അത്യാവശ്യം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇത്രയും സർഫസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ബാക്കിലെ സ്ക്രൂസ് ഒന്ന് ഊരാം. നൈസ്. കണ്ടോ, ചില്ല് മാത്രം സെപ്പറേറ്റ് വന്നു, ബാക്കി റിഫ്ലക്ടർ ബൾബ് സാധനങ്ങൾ സെപ്പറേറ്റ് ആണ്. ഇതുണ്ടോ, ചില്ലിന് ഇടയ്ക്ക് നല്ല സിലിക്കൺ സീലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഇതിൻ്റെ ഡ്രൈവർ വരുന്നത് 50 വാട്ടിൻ്റെ ഡ്രൈവറാണ്. അത്യാവശ്യം നല്ല സിലിക്കണൊക്കെ ഇട്ടിട്ട് വാട്ടർ പ്രൂഫ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 50 വാട്ട് ഡ്രൈവറാണ്. വാട്ടർ പ്രൂഫ് ഇലക്ട്രോണിക് LED ഡ്രൈവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരി 2 ആംപിയർ ആണ്, ലൈൻ ഇൻ 2 ആംപിയർ. വി ഔട്ട് വോൾട്ടേജ് ഔട്ട് വരുന്നത് DC 28 വോൾട്ട് ടു 38 വോൾട്ടാണ് ഔട്ട്പുട്ട് പറയുന്നത്. 1.45 ആംപിയർ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വെറും അലൂമിനിയത്തിൻ്റെ പീസാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിഫ്ലക്ടറും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ റിഫ്ലക്ടറും ലെൻസും മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഊരി നോക്കാം. കണ്ടോ, ഇത് സാധാരണ LED ആണ്, 50 വാട്ടിൻ്റെ LED. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഉള്ളുവശം വരുന്നത്. എർത്ത് വയർ ഇതിവിടെ നമ്മുടെ റിഫ്ലക്ടറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമാണ്. പിന്നെ വരുന്നത് ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ ആക്ച്വലി ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പം അതൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് LED സംഭവങ്ങളെല്ലാം ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഡ്രൈവർ ഫെയിലായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അഴിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡ്രൈവർ ഇട്ട് ഫിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവർ അത്യാവശ്യം വളരെയധികം ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒരു 1.5 അടിയുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിയിട്ടൊക്കെയാണ് നമുക്ക് ഈ ഡ്രൈവർ ഊരിയെടുക്കാൻ പറ്റിയത്. ഇതാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. കാരണം ഇത് നമുക്കിനി റിപ്പയർ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ആ കൂടെ ഡ്രൈവർ ഊരി കളഞ്ഞ് പുതിയ ഡ്രൈവർ എടുക്കേണ്ടി വരും. കാരണം ഈ ഡ്രൈവർ ഊരിയെടുക്കുന്ന പ്രോസസ്സിൽ ഡ്രൈവർ മൊത്തത്തിൽ പൊളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ വരുന്നത് കേട്ടോ. ഇത്രയും നല്ല ബലം പ്രയോഗിച്ച് എടുക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ ഡ്രൈവർ വെക്കാനേ നിവർത്തിയുള്ളൂ. കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താണ്. ഇതതിൻ്റെ ബോഡി, ബാക്കിയുള്ളതെല്ലാം ഫുള്ളി സീൽഡാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ഡ്രൈവർ LED നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഡ്രൈവർ ഒന്ന് എടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നതാണില്ല. പുതിയ ഡ്രൈവ് മേടിക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. ഇത് കണ്ട, ഇതേമാതിരിയുള്ള സംഭവങ്ങളാണ് നമുക്ക് തീരെ പറ്റാത്തത്. കാരണം
ഇതേമാതിരി കാര്യം വാട്ടർ പ്രൂഫ് ചെയ്യാനാണെങ്കിൽ ഇതേമാതിരി കംപ്ലീറ്റ് ആയിട്ട് ഗൂ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിലിക്കോൺ നിറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കപ്പാസിറ്റർ ഡൗൺ ആയതായിരിക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇവിടെ ഔട്ട്പുട്ടിൽ വരുന്ന കപ്പാസിറ്റർ പോയതാവാനേ ചാൻസ് ഉള്ളൂ. ഇത് മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കണ്ടോ. ഇനി നമ്മൾ നമ്മുടെ LED ഹെൽത്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരത്തെ നമ്മുടെ ഡ്രൈവർ വെച്ച LED ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം പൾസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് LED ഇത് ഓവർ ഡ്രൈവ് ചെയ്ത് ഹീറ്റായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഈ LED ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന തന്നെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി ആയിട്ടുള്ളൊരു LED വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് 50 വാട്ടിൻ്റെ LED ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ കത്തുന്നുള്ളൂ, മറ്റേ സൈഡ് കത്തുന്നില്ല. ഇത് ഓവർ ഡ്രൈവ് ചെയ്ത് LED ഹീറ്റ് ആകുമ്പോഴത്തേക്കും പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് LED ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഇപ്പോൾ ഈ LED എന്തായാലും ഫുള്ളി ഡാമേജ് ആയിട്ടുണ്ട്, ഡ്രൈവറും അടിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ LED ഫെയിലിയറിന് മെയിനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, മര്യാദയ്ക്ക് LEDക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോമ്പൗണ്ട് തേച്ച് കൊടുക്കാതിരിക്കുക, അതായത് ആ പേസ്റ്റ് തേച്ച് കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ, കറക്റ്റായിട്ട് ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അൺഈവൺ സർഫസിൽ LED സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. LED വളഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ LED ഒന്ന് ക്ലോസപ്പ് ആയിട്ട് നോക്കാം. ക്ലോസപ്പ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കുത്തുകൾ കാണാൻ പറ്റും. കണ്ടോ, വലത്തോട്ടേക്ക് 1 2 3 4 5 5 കുത്ത് വലത്തോട്ടും 10 കുത്ത് നേരെ താഴത്തോട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുത്തും ഓരോ LED ജംഗ്ഷനുകളാണ്. ഓക്കെ, അതായത് LED ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LED, അത് സാധാരണ ഒരു ഒറ്റ LED, സാധാരണ LED ആണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരൊറ്റ ജംഗ്ഷനേ കാണുള്ളൂ. ഇപ്പോൾ ഈ 10 ജംഗ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 LEDയും സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു LED അടിച്ചു പോയി കഴിഞ്ഞാൽ ഈ മൊത്തം ഈ ഒരു 10 എണ്ണത്തിൽ ഈ ഒരു വര ചിലപ്പോൾ കത്താണ്ടാവും. അതേപോലെ 5 എണ്ണം പാരലലാണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5 5 എണ്ണം പാരലലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് 50 വാട്ടിൻ്റെ LED ആവുന്നത്. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ LED മിക്കവാറും അടിച്ചു പോകാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും ഹീറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഹീറ്റ് മര്യാദയ്ക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും അതിനനുസരിച്ച് ഹീറ്റ് ഡിസിപ്പേറ്റ് ആവണം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ച് കൊടുത്ത് ഈ ഹീറ്റ് ഇതിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ ഈ LED മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നും ഓരോ ജംഗ്ഷനും ചൂടായിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള കോണ്ടാക്റ്റിലേക്കുള്ള കോണ്ടാക്റ്റ് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഫെയിലിയർ ആയേക്കുന്നത്. ഈ ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന LED ടെക്നോളജി വളരെ പ്രിമിറ്റീവ് എന്ന് പറയാൻ കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ LED തന്നെയാണ്. ഇത് ഏറ്റവും ആദ്യ കാലത്ത് ഇറങ്ങിയ 50 വാട്ടിൻ്റെ LED ആണ്. ഇത് ഭയങ്കര സൈസ് വെച്ചിട്ട് അവർ 50 വാട്ടിൻ്റെ LED ഒറ്റ ചിപ്പിൽ ഉൾക്കൊള്ളിക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ 20 വാട്ടിൻ്റെ ഒക്കെ ട്യൂബ് കാണുകയാണെന്നുണ്ടെങ്കിൽ 20 വാട്ടിൻ്റെ ട്യൂബ് ഒറ്റ LED വെച്ചിട്ടല്ല ചെയ്യുന്നത്. എല്ലാം ചെറിയ LEDs വെച്ചിട്ട് അവർ സ്ട്രിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ട്യൂബ് അവരുണ്ടാക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ഇത് ഏറ്റവും ആദ്യത്തെ ഒരു LED കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ കൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്, വളരെ ചെറിയ LEDകളിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലൈറ്റുകളാണെന്നുണ്ടെങ്കിലും 10 വാട്ട്സിൻ്റെ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതേമാതിരത്തെ ചെറിയ LEDകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ലൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ, ഇതാണ് ഇപ്പോഴത്തെ ഈ ലൈറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന് എത്ര വിലയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ എന്തായാലും റീഡിസൈൻ ചെയ്തെടുക്കും. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം LED അടിച്ചു പോയി, ഡ്രൈവറും അടിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഇതേമാതിരി തന്നെ നമ്മുടെ സ്വന്തം ടെക്നോളജി സെയിം LED വെച്ചിട്ട് നമ്മുടെ സ്വന്തം ഡ്രൈവറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യുകയാണ്, നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ LED ഫുള്ള് ഡിസൈൻ ചെയ്യുന്നതിനും അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ച് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.